Hello everyone, welcome to BTech BDC. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിഗ്നൽസിനകത്ത് ഒരു ടോപ്പിക്കാണ് എനർജി ആൻഡ് പവർ സിഗ്നൽ. എനർജി സിഗ്നൽ ആൻഡ് പവർ സിഗ്നൽ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതിൻ്റെ CT കേസാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയും, അതുപോലെ ആ ഒരു സിഗ്നലിൻ്റെ എനർജി പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ലാസ്റ്റ് കുറച്ച് ട്രിക്സ് വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് പവർ, അല്ലേ? പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ആണ്. ഓക്കെ, പവർ ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു വോൾട്ടേജ് ആണ്. അത് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് പറയുകയാണെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു V²/R എന്ന് പറയാം. അതുപോലെ പവർ ഇൻ ടേംസ് ഓഫ് കറണ്ട് പറയുകയാണെങ്കിൽ I²R ആണ്. അപ്പോൾ നമ്മളിവിടെ ഈ സിഗ്നലിന് നമ്മൾ ഈവൻ സിഗ്നൽ, ഓഡ് സിഗ്നൽ, അതുപോലെ കോസൽ സിഗ്നൽ, നോൺ കോസൽ സിഗ്നൽ ക്ലാസിഫൈ ചെയ്യുന്ന പോലെ അതിൻ്റെ എനർജിയുടെ ടേംസിലും പവറിൻ്റെ ടേംസിലും നമ്മൾ എന്ത് ചെയ്യും, സിഗ്നൽസിനെ ക്ലാസിഫൈ ചെയ്യും. കമ്മ്യൂണിക്കേഷൻ പർപ്പസിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ എനർജി ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്താണ് വരുന്നത്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് കറണ്ട് ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്. അത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സപ്പോസ് X(t) ആണ് ആ സിഗ്നൽ എന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ഈ കറണ്ടും വോൾട്ടേജും റിലേഷൻ പവറുമായിട്ട് വരുമ്പോഴത്തേക്ക് എന്തായിട്ടാണ് വരുന്നത്, അതിൻ്റെ സ്ക്വയർ ടേം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സ്ക്വയർ ടേം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ എനർജിയുടെയും പവറിൻ്റെയും ഒന്ന് കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഇക്വേഷനിലേക്ക് പോകും. ആ ഇക്വേഷൻ വെച്ചിട്ട് ഒരു സിഗ്നൽ വരുമ്പം അതിൻ്റെ പവറും അതുപോലെ എനർജിയും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പം ഒരു സിഗ്നൽ ഇൻ ടേംസ് ഓഫ് പവർ പറയുകയാണെങ്കിൽ X(t²) ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഒരു സൈൻ വേവ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പം ദാറ്റ് ഈസ് X(t). പവറിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ X²(t) വരുമെന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം X²(t) ആണ്. അപ്പോൾ X²(t) വരുമ്പോഴത്തേക്ക് ഈ ഒരു സൈൻ വേവിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് പാർട്സ് ഉണ്ട്. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായാലും എന്തേ വരത്തുള്ളൂ, പോസിറ്റീവ് പാർട്സ് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അതായത് ഇൻസ്റ്റന്റേനിയസ് പവർ ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പവറിൻ്റെയും എനർജിയുടെയും കൂടെ നമ്മൾ റിലേഷൻ നോക്കുകയാണെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് വി കോൾഡ് ആസ് എനർജി ഓഫ് സിഗ്നൽ. ഇപ്പം ഞാനിപ്പം ഒരു മൈക്രോഫോണിൽ കൂടെ സംസാരിക്കും, സ്പീച്ച് ചെയ്യുന്നു. അപ്പം അതിൻ്റെ എത്രമാത്രം പവർ എടുത്താണ് അല്ലെങ്കിൽ എത്ര സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളതായിരിക്കും നമ്മൾ എന്തുകൊണ്ട് സിഗ്നലിൻ്റെ വെച്ചിട്ട് എനർജി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എനർജി എന്ന് ഒരു പീരീഡ് ഓഫ് ടൈം ആയിരിക്കും നമ്മൾ നോക്കുന്നത്. സപ്പോസ് ഇതിൻ്റെ T1 ഈ പീരീഡ് T2 ആണെങ്കിൽ നമ്മൾ എനർജി നോക്കുമ്പോഴത്തേക്ക് പീരീഡ് ഓഫ് ടൈം ആയിരിക്കും നോക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ ഏരിയ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ എന്താ വന്നത്, ഒരു X(t) ഉണ്ടായിരുന്നു. പവറിന് നമ്മൾ സ്ക്വയർ ചെയ്തു. അതിനുശേഷം എന്ത് ഇൻ്റഗ്രേറ്റ് ഓവർ എ ടൈം. അപ്പോൾ ഫുൾ ടൈം എടുക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് ഇത് T1 to T2 ആണെങ്കിൽ ദിസ് ഈസ് T1 to T2 ആണ്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ഓവർ എ ടൈം ചെയ്യുമ്പോഴത്തേക്ക് we will get energy E equal to integral T1 to T2 X(t²) dt. ഈ ഒരു ഫോമിലാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. എൻ്റെ ആക്ച്വൽ ഇക്വേഷൻ പറയാം, ഇപ്പം ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി പവർ വരുമ്പോഴത്തേക്ക് നമ്മൾ ആവറേജ് പവറാണ് എടുക്കുന്നത്. ആവറേജ് സിഗ്നൽ പവർ ഇപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ഒരു എക്സ്പ്രഷന് നമ്മൾ എന്ത് ചെയ്യും, 1/2t ടേം മൾട്ടിപ്ലൈ ചെയ്യും ഈ എനർജിയുടെ എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് T1 to T2 X(t²) dt. ഈ ഒരു ഫോമിലാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. ആ കൺസെപ്റ്റ് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. ഇനി നമ്മളുടെ ആക്ച്വൽ ഇതിലേക്ക് പോവാം. എനർജി സിഗ്നൽ കണ്ട പവർ സിഗ്നൽ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത്. അപ്പം ഫസ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലത്തിനകത്ത് X(t) ആയിരിക്കും തരുന്നത്. സിഗ്നൽ X(t) തരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോഡുലസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. മോഡ് X(t) ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പോൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതിന് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യും, അതിനെ സ്ക്വയർ ചെയ്യും. മോഡ് X(t²). നെക്സ്റ്റ് എന്നിട്ട് ഇതിനകത്ത് എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ എന്ത് ചെയ്യും, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യും ഓവർ എ പീരീഡ് -t to t എടുത്തു dt. ഓക്കെ, ഇവിടെ സ്ക്വയർ ചെയ്തു.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇൻ ടേംസ് ഓഫ് ടി ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇനി തേർഡ് സ്റ്റെപ്പ് എനർജിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷന് നമ്മൾ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കും. കാരണം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ ടേംസ് ഓഫ് ടി ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഈ ഒരു എക്സ്പ്രഷൻ എടുക്കും. ദാറ്റ് ഈസ് മൈനസ് ടി ടു ടി മോഡ് എക്സ് ടി സ്ക്വയർ ഡി ടി. ഇതാണ് നമ്മളുടെ എന്ത് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് എ സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടേമാണ്. ഇനി നേരത്തെ പറഞ്ഞത് പവർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പറഞ്ഞത്, അതിന് 1/2t കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു. ഓക്കെ, ആവറേജ് എടുക്കും. പവർ മീൻസ് ആവറേജ് ആണ്, ഓവർ ദ ഫുൾ പീരീഡ് ആണ്. അപ്പം അതിന് നമ്മൾ പവർ ഈക്വൽ ടു, അതിൻ്റെ കേസിലും എന്ത് വരും ഞാൻ പറഞ്ഞത് 1/2t മൾട്ടിപ്ലൈ ചെയ്ത് വരും. എന്ത് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഈ എനർജി സിഗ്നൽ ഇൻ്റഗ്രൽ മൈനസ് ടി ടു ടി മോഡ് എക്സ് ടി സ്ക്വയർ ഡി ടി. ഇതാണ് പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ എനർജിയുടെയും പവറിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, അതിൻ്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്കറിയാം സിഗ്നലിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി പറഞ്ഞ എന്താണ് സ്ക്വയർ ഫോമിലാണ് വരുന്നത്. അതിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് കറണ്ട് സ്ക്വയർ ടേംസിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ സ്ക്വയർ ചെയ്യും. എന്നിട്ട് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പീരീഡ് T1 to T2 പോലെ എൻ്റയർ പീരീഡ് എടുക്കുന്നു. അതിന് ജനറലായിട്ട് നമ്മൾ മൈനസ് ടി ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ ടിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഈ എക്സ്പ്രഷൻ മൈനസ് ടി ടു ടി മോഡ് എക്സ് ടി സ്ക്വയർ ഡി ടി. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി. പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആവറേജ് ഈ ഒരു എക്സ്പ്രഷനകത്ത് 1/2t വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് അതിൻ്റെ എനർജി സിഗ്നൽ, പവർ സിഗ്നലിൻ്റെ എനർജി സിഗ്നൽ അതുപോലെ പവർ സിഗ്നൽ. തന്നിരിക്കുന്ന സിഗ്നലിനകത്ത് പവർ വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പവർ വാല്യൂ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് വാല്യൂവും അതുപോലെ എനർജി ഇൻഫിനിറ്റ് വാല്യൂയും വരുവാണെങ്കിൽ ദാറ്റ് ഈസ് എ പവർ സിഗ്നൽ. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എനർജി വാല്യൂയും പവർ വാല്യൂയും കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് പവറിൻ്റെ വാല്യൂ ഒരു ഫൈനൈറ്റ് വാല്യൂ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ വരുവാണെങ്കിൽ അതെന്തായിരിക്കും, ഒരു പവർ സിഗ്നൽ ആയിരിക്കും. അപ്പം അതിൻ്റെ എനർജി ഇൻഫിനിറ്റി ആയിരിക്കും. ഒരു സിഗ്നലിൻ്റെ പവർ വാല്യൂ കോൺസ്റ്റന്റ് ഫൈനൈറ്റ് വരുവാണെങ്കിൽ അത് പവർ സിഗ്നൽ ആയിരിക്കും. അതിൻ്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് വാല്യൂ ആയിരിക്കും, ഡീഫോൾട്ടായിട്ട് ഇൻഫിനിറ്റ് വാല്യൂ ആയിരിക്കും അത്. അതുപോലെ സെക്കൻഡ് ഒരു എനർജി സിഗ്നലിൻ്റെ കേസിൽ എനർജി സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ എനർജി വാല്യൂ വിൽ ബി കോൺസ്റ്റന്റ് ഓർ ഫൈനൈറ്റ്. പവർ വിൽ ബി 0 ആയിരിക്കും. ഓക്കെ, പവർ വിൽ ബി 0 ഫോർ ആൻ എനർജി സിഗ്നൽ. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഇപ്പം പവർ സിഗ്നൽ ആണെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, ഏതാണോ ഫൈനൈറ്റ് ആയിട്ട് വരുന്നത് അതായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് സിഗ്നൽ എന്ന് പറയുന്നത്. പവർ ആണ് ഫൈനൈറ്റ് ആയിട്ട് വരുന്നെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ വരുന്നെങ്കിൽ പവർ സിഗ്നൽ ആയിരിക്കും. എനർജി ആണെങ്കിൽ ഫൈനൈറ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വരുന്നെങ്കിൽ എന്തായിരിക്കും, അത് എനർജി സിഗ്നൽ ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ സപ്പോസ് ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് പവർ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടിയെങ്കിൽ അതിൻ്റെ എനർജി നമ്മൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അതെന്തായാലും ഇൻഫിനിറ്റി ആയിരിക്കും. കറക്റ്റാന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തു നോക്കാം. അതുപോലെ നമ്മൾ സപ്പോസ് തന്നിരിക്കുന്ന ഒരു സിഗ്നലിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എനർജി കാൽക്കുലേറ്റ് ചെയ്ത് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ വന്നു. കോൺസ്റ്റന്റ് വാല്യൂ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഇറ്റ് ഈസ് ആൻ എനർജി സിഗ്നൽ ആയിരിക്കും. അതിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും. നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്താലും പവർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇതാണ് ഓർത്തിരിക്കേണ്ട ഒരു രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ നമുക്കറിയാം സിഗ്നൽസിന് നമ്മൾ പീരിയോഡിക് നോൺ പീരിയോഡിക് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ തന്നിരിക്കുന്ന സിഗ്നൽ എക്സ് ഓഫ് ടി പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ ഇറ്റ് വിൽ ബി പവർ സിഗ്നൽ ആയിരിക്കും. പി വെച്ച് കൊടുത്താൽ മതി. ഇഫ് എ ഗിവൺ സിഗ്നൽ ഈസ് പീരിയോഡിക് സിഗ്നൽ ദെൻ ഇറ്റ് ഈസ് എ പവർ സിഗ്നൽ ആയിരിക്കും. അപ്പം നോൺ പീരിയോഡിക് ആണെങ്കിൽ എന്തായിരിക്കും,
നോൺ പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ എനർജി സിഗ്നൽ ആയിരിക്കും. എനർജി സിഗ്നൽ. നമ്മളിപ്പോൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ സിഗ്നലിനെ ഈ പവർ വരുമ്പോൾ സ്ക്വയർ എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർവെൽ എടുക്കും. പവർ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തിരിക്കും 1/2t ഒരു ആവറേജ് എടുക്കും. അതിനുശേഷം തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം തരുമ്പം അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്സ് ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് അതിൻ്റെ മോഡ് എടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി ചെയ്യുക, പവർ കണ്ടുപിടിക്കാൻ വേണ്ടി 1/2t കൂടെ അതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി തേർഡ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനാണ്. ഇപ്പോൾ ഒരു സിഗ്നൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ പവർ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ പവർ സിഗ്നൽ. അതിൻ്റെ എനർജി ഡിഫോൾട്ടായിട്ട് ഇൻഫിനിറ്റി വാല്യൂ ആയിരിക്കും. നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് എനർജി കാൽക്കുലേറ്റ് ചെയ്ത് അതൊരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പവർ 0 ആയിരിക്കും. ഇറ്റ് വിൽ ബി എ എനർജി സിഗ്നൽ. ഇനി ഫോർത്ത് കേസ് പറഞ്ഞതെന്ന് വെച്ചാൽ പീരിയോഡിക് നോൺ പീരിയോഡിക് വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ സിഗ്നൽ ഫസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുക. തന്നിരിക്കുന്ന സിഗ്നൽ പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണോ എന്ന്. സപ്പോസ് അത് പീരിയോഡിക് ആണെങ്കിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? അതിൻ്റെ പവർ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പവർ കാൽക്കുലേറ്റ് ചെയ്യുക, ഡീഫോൾട്ടായിട്ട് എനർജി എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അത് കണ്ടുപിടിക്കണമെന്നില്ല. ഇനി സപ്പോസ് തന്നിരിക്കുന്ന നോൺ പീരിയോഡിക് ആണെങ്കിൽ നമുക്കറിയാം എനർജി സിഗ്നൽ ആണെന്ന്. നമ്മൾ എന്ത് ചെയ്യും? എനർജിയാണ് എനർജി സിഗ്നലിൻ്റെ ഫൈനൈറ്റ് ആയിട്ടുള്ളത്. സോ വി വിൽ കാൽക്കുലേറ്റ് ദ എനർജി ആൻഡ് പവർ വിൽ ബി ഡീഫോൾട്ടായിട്ട് 0 ആയിരിക്കും. അത് കണ്ടുപിടിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഈ പീരിയോഡിക് നോൺ പീരിയോഡിക് പറയുമ്പോൾ നമുക്കറിയാം സൈന്, കോസ് അതൊക്കെ എന്താണ്? പീരിയോഡിക് ആണ് അല്ലേ? സൈൻ കോസ് ഒക്കെ പീരിയോഡിക് ആണ്. അതുപോലെ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ e⁻j⍵ അതെന്താണ്? പീരിയോഡിക് ആണ്. വെറും ഒമേഗ ആണെങ്കിൽ അതെന്താണ്? നോൺ പീരിയോഡിക് ആണ്. അത് ഓർത്തോണം, നോൺ പീരിയോഡിക് ആണ്. എക്സ്പോണൻഷ്യൽ സിഗ്നൽ നോൺ പീരിയോഡിക് ആണ്. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ആണ് പീരിയോഡിക് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തുള്ള ഫങ്ഷൻസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എനർജി സിഗ്നലും പവർ സിഗ്നലും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്കിപ്പം തന്നിരിക്കുന്ന സിഗ്നൽ ഒരു എനർജി സിഗ്നലാണെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? എനർജി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം നമുക്കറിയാം എനർജിയാണ് ഫൈനൈറ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് പീരിയോഡിക് സിഗ്നൽ, സൈൻ, കോസ്. അതുപോലെ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ e⁻j വരാതെ e⁻ω അങ്ങനെ വരുവാണെങ്കിൽ ദാറ്റ് വിൽ കം അണ്ടർ നോൺ പീരിയോഡിക് സിഗ്നൽ. ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, x of t ഈക്വൽസ് e⁻2t u of t. ഓക്കെ, e⁻2t u of t. അപ്പം നമുക്കറിയാം e⁻2t എന്ന് പറയുമ്പം എന്താണ്? കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ അല്ല, എക്സ്പോണൻഷ്യൽ ആണ്. അപ്പോൾ എക്സ്പോണൻഷ്യൽ നോൺ പീരിയോഡിക് ആണ് അല്ലേ? നോൺ പീരിയോഡിക് ആണ്. സോ ഇതെന്തായിരിക്കും? ഒരു നോൺ പീരിയോഡിക് സിഗ്നൽ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് എന്തായിരിക്കും വരുന്നത്? നോൺ പീരിയോഡിക് ആകുമ്പോഴത്തേക്ക് എനർജി സിഗ്നൽ ആയിരിക്കും അല്ലേ? എനർജി സിഗ്നൽ ആയിരിക്കും. സോ എനർജി എന്തായിരിക്കും? ഒരു ഫൈനൈറ്റ് വാല്യൂ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതിൻ്റെ പവർ എന്ന് പറയുന്നത് പവർ വിൽ ബി 0 അല്ലേ? തന്നെ നോൺ പീരിയോഡിക് എനർജി സിഗ്നൽ, എനർജി കോൺസ്റ്റന്റ്, പവർ വിൽ ബി 0. നമുക്ക് നോക്കാം. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമ്മളുടെ ഈ ഇക്വേഷൻസ് ഫോർ എനർജി ആൻഡ് ഫോർ പവർ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്സ് പറഞ്ഞായിരുന്നില്ലേ? നമുക്കൊരു ഗിവൺ സിഗ്നൽ വരുവാണെങ്കിൽ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യണം? അതിനകത്താണെങ്കിൽ മോഡ് എക്സ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റെപ്സ് ആയിട്ട് തന്നെ എഴുതാം. ഫസ്റ്റ് മോഡ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇതിൻ്റെ മോഡ് എടുക്കുമ്പോഴത്തേക്ക് ഇതെന്നാ വരുന്നത്? e⁻2t u of t എന്നാണ് വരുന്നത്. ഇവിടെ ഒരു മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് ഓഫ് e⁻2t u of t അല്ലെങ്കിൽ നമ്മളിവിടെ പോസിറ്റീവ് എഴുതണം. ഓക്കെ, ഇപ്പോൾ രണ്ട് സെയിം ആയിട്ടാണ് വന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. -t to t. അതുപോലെ ഇതിന് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം ഇല്ലേ? നമ്മൾ അങ്ങനെയല്ല സ്റ്റെപ്സ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ മോഡുലസ് എടുത്തു, എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഇതിനെ സ്ക്വയർ ചെയ്യുക. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് e⁻4t u of t dt എന്ന് വരും. ഇപ്പോൾ u of t എന്ന് വെച്ചാൽ നമുക്കറിയാം യൂണിറ്റ് സ്റ്റെപ്പാണ്. അതിൻ്റെ 0 തൊട്ട് ഹയർ വാല്യൂസേ ഉള്ളൂ. ഇങ്ങോട്ടുള്ള വാല്യൂസ് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എത്രയേ വരത്തുള്ളൂ? കാരണം u of t എക്സിസ്റ്റ് ഓൺലി ഫ്രം 0 to ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ
ഫ്രം 0 to t ആവും. ലോവർ ലിമിറ്റ് അതായത് -t ടു ഇവിടം വരെയുള്ള വാല്യൂ അത് 0 ആണ്. അപ്പം ലിമിറ്റ് എന്തായിട്ട് മാറും? ഒരു u(t) മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 0 to t ആയിട്ട് ലിമിറ്റ് മാറും. അതിന്റെ കേസിൽ അത്രയും ഏരിയയിൽ u(t) വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, ഇതിന്റെ വാല്യൂ 1 ആണ്. സോ ദി ഇന്റഗ്രൽ ബിക്കം 0 to t e raised to -4t dt എന്ന് വരും. ut വാല്യൂ 1 ആണ്. ഓക്കെ, സോ e raised to -4t dt എന്ന് വരും. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് e raised to തീറ്റ എന്ന് വെച്ചാൽ e raised to x എന്ന് വെച്ച് കഴിഞ്ഞാൽ e raised to x ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് വരും. ദാറ്റ് ഈസ് e raised to -4t ബൈ -4 എന്ന് വരും. ഇന്റഗ്രേറ്റ് ഫ്രം ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. സോ e raised to -4t ബൈ -4 പ്ലസ് ലോവർ ലിമിറ്റ് e raised to 0 വരും. e raised to 0 എന്ന് വെച്ചാൽ 1 ആണ്. സോ 1/4 വരും. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തു. തേർഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പ് എനർജി ആണെങ്കിൽ ആ കിട്ടിയ എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കും. കാരണം ഇവിടെ ടിയുടെ വാല്യൂലായിരിക്കും നമുക്ക് ആ എക്സ്പ്രഷൻ കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വി വിൽ അപ്ലൈ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ e raised to -4t ബൈ -4 പ്ലസ് 1/4. അതിലേക്ക് നമ്മൾ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് e raised to -4t ബൈ -4 പ്ലസ് 1/4. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ e raised to tക്ക് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാണ്. അപ്പോഴത്തേക്ക് എന്ത് വരും? നമുക്കറിയാം e raised to -infinity എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/e raised to infinity ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to infinity എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. 1/infinity എന്ന് വെച്ചാൽ 0 വരും. ഓക്കെ, അപ്പോൾ ഈ ടേം 0 ആയിട്ട് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബാക്കി എന്താ ഉള്ളത്? 1/4 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ എനർജി എന്താണ്? 1/4 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അതിന്റെ എനർജി എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. കാരണം സിൻസ് ഇറ്റ് ഈസ് എ നോൺ പീരിയോഡിക് സിഗ്നൽ, ഇറ്റ്സ് എനർജി വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ ആൻഡ് വി ഗോട്ട് ഇറ്റ് ആസ് 1/4. ഇനി ഡിഫോൾട്ടായിട്ട് നമുക്കറിയാം അതിന്റെ പവർ 0 ആയിരിക്കും എന്നുള്ളത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് പവർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? ഈ എനർജിയുടെ കൂടെ നമ്മൾ 1/2t കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ പവർ കിട്ടാൻ വേണ്ടി ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻറ്റു അവർ എനർജിയുടെ ആണ്. ഓക്കെ, 1/2t ഇൻറ്റു എനർജിയുടെ എന്താ? 1/4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ടിക്ക് ഇൻഫിനിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? 1/infinity എന്ന് വരും അല്ലേ? ഇവിടെ ടിക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് 1/infinity ഇൻറ്റു 1/4 ദാറ്റ് ഈസ് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ എന്താണ് പവർ? എന്താണ്? ഫോർ ആൻ എനർജി സിഗ്നൽ പവർ വിൽ ബി 0. ഓക്കെ, ഇതാണ് ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. നമ്മൾ തന്നിരിക്കുന്ന സിഗ്നലിന് ഈ ഒരു 4 സ്റ്റെപ്സ് മാത്രം ഓർത്തിച്ചിരുന്നാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പിൽ അതിൻ്റെ മോഡുലസ് എടുക്കുക, സെക്കൻഡ് സ്റ്റെപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അതുപോലെ അതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ആ എക്സ്പ്രഷൻ കിട്ടും. ഇനി എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ടിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് എനർജി വാല്യൂ. ആ എനർജി വാല്യൂവിന് നമ്മൾ 1/2t കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് പവർ. For an energy signal, the energy value will be finite and power will be 0, and every non-periodic signal will be an example of an energy signal. ഇനി നമ്മൾ സെക്കൻഡ് ഒരു എക്സാമ്പിളിലേക്ക് പോവുകയാണ്. റാമ്പ് സിഗ്നൽ അത് എനർജി സിഗ്നലാണോ പവർ സിഗ്നലാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം റാമ്പ് സിഗ്നലിൻ്റെ ഈ ഒരു ഫോമിലാണ് പോകുന്നത്. ദിസ് ഈസ് ടി, ദിസ് ഈസ് ആർ ഓഫ് ടി. ഓക്കെ, അപ്പം അതിൻ്റെ എനർജിയും പവറും ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഈ സ്റ്റെപ്സ് അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ആർ ഓഫ് ടി, ഇതിൻ്റെ എക്സ്പ്രഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു ടി എന്നാണ് വരുന്നത് അല്ലേ? റാമ്പിൻ്റെ കേസിൽ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ആണ്. ഈ സ്റ്റെപ്പ് വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ മോഡുലസ് എടുക്കും. ഓക്കെ, മോഡുലസ് ഓഫ് ടി എടുക്കും. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇതിൻ്റെ കേസിൽ 0 to t വരത്തുള്ളൂ. ഓക്കെ, ലോവർ ലിമിറ്റ് 0 to t വരത്തുള്ളൂ. 0 to t അതിനെന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യും. എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ,
ഇതിൻ്റെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു ടി ക്യൂബ് ബൈ 3 ലിമിറ്റ് 0 to t വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ടി ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. ദിസ് ഈസ് അവർ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 3യിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കും. ദാറ്റ് ഈസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റു എന്ത് വരും? ടി ക്യൂബ് ബൈ 3 വരും. ഇവിടെ ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് ഇൻഫിനിറ്റി കിട്ടും. ഇനി പവർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ഇതിന് നമ്മൾ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻറ്റു ഇൻഫിനിറ്റി കൊടുക്കും. ഓക്കെ, ഈ വാല്യൂ എനർജി വാല്യൂ ദാറ്റ് ഈസ് എന്ത് കിട്ടും? ഇൻഫിനിറ്റി കിട്ടും. ഇതിൻ്റെ കേസിൽ പവറും എനർജിയും എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ഇൻഫിനിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ റാം സിഗ്നൽ ഈസ് നൈദർ എനർജി സിഗ്നൽ നോർ പവർ സിഗ്നൽ. ഓക്കെ, റാം സിഗ്നൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് neither energy nor power signal. ഓക്കെ, നമ്മൾ ആ സെയിം സ്റ്റെപ്സാണ് ചെയ്തത്. ഇവിടെ ആർ ഓഫ് ടി എടുത്തു, മോഡുലസ് എടുത്തു, സ്ക്വയർ ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു, എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി ലിമിറ്റ് ടി ടെൻസ് ഇൻഫിനിറ്റി കൊടുത്തു. അപ്പോൾ ഇൻഫിനിറ്റി വാല്യൂ കിട്ടി. പവർ കിട്ടാൻ വേണ്ടി ലിമിറ്റ് ടി ടെൻസ് ഇൻഫിനിറ്റി 1/2t ഇൻറ്റു എനർജിയുടെ എക്സ്പ്രഷൻ, അതും ഇൻഫിനിറ്റി കിട്ടി. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നൈദർ എനർജി സിഗ്നൽ നോർ പവർ സിഗ്നൽ. ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. തേർഡ് എക്സാമ്പിൾ ഒരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ എടുക്കുകയാണ്. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീരിയോഡിക് സിഗ്നൽ എക്സാമ്പിൾ ആണ്, അല്ലേ? പീരിയോഡിക് സിഗ്നൽ എക്സാമ്പിൾ ആണ്. പീരിയോഡിക് സിഗ്നൽ ആകുമ്പം അതെന്തായിരിക്കും? ഒരു പവർ സിഗ്നൽ ആയിരിക്കും. അപ്പോൾ പവർ സിഗ്നലിൻ്റെ പവർ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതുപോലെ എനർജി എന്തായിരിക്കും അതിൻ്റെ വരുന്നത്? എനർജി വിൽ ബി ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ തന്നിരിക്കുന്നത് ജനറലായിട്ട് പറയുകയാണെങ്കിൽ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത് e⁻j⍵t ആണ് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 5e⁻j⁵/7t. ഓക്കെ, ഇതിൻ്റെ എനർജിയും പവറും കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണ്. ഇത് ജെ വന്നതുകൊണ്ട് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ആണ്. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ആയതുകൊണ്ട് എന്താണ്? പീരിയോഡിക് ആണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് e⁻j⍵ മോഡ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരുന്നത്? √cos²θ പ്ലസ് sin²θ ആണ്. കാരണം നമുക്കറിയാം j⍵ എന്ന് വെച്ച് കഴിഞ്ഞാൽ cos⁻θ പ്ലസ് j sin⁻θ ആണ്. cos⁻θ പ്ലസ് j sin⁻θ ആണ്. അപ്പോൾ അതിൻ്റെ മോഡ് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും എന്തായിരിക്കും വരുന്നത്? √cos²θ പ്ലസ് sin²θ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് തന്നിരിക്കുന്ന സിഗ്നൽ x ഓഫ് ടി ഈക്വൽ ടു 5e⁻j⍵7t ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്തെടുക്കും? അതിൻ്റെ മോഡ് എക്സ്, ഫസ്റ്റ് സ്റ്റെപ്പ് മോഡ് എക്സ് ഓഫ് ടി എടുക്കും. ദാറ്റ് ഈസ് ഇതിൻ്റെ e⁻j⍵ നമ്മൾ മോഡ് എടുക്കുമ്പോഴത്തേക്ക് അത് 1 ആയിരിക്കും വരുന്നത്. സോ 5 × 1 വരും. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. -t to t ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്ന? സ്ക്വയർ ചെയ്യും. ദാറ്റ് ഈസ് x² dt വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -t to t x² എന്ന് വെച്ചാൽ xt എന്ന് വെച്ചാൽ 5 ആണ്. അപ്പോൾ x² എന്ന് പറയുമ്പോഴത്തേക്ക് 25 dt എന്ന് വരും. ഓക്കെ, 25 dt എന്ന് വരും. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 25 × t വരത്തില്ലേ? അപ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് t പ്ലസ് t വരും. ദാറ്റ് ഈസ് 25 × 2t എന്ന് വരും. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് എന്താ? എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കും. അപ്പോഴത്തേക്ക് എന്ത് വരും? 25 × 2t എന്ന് വരും. ദാറ്റ് ഈസ് എനർജി ഈക്വൽ ടു ഇൻഫിനിറ്റി വരും. ഓക്കെ, എനർജി ഇൻഫിനിറ്റി വന്നു. ഇനി പവർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻറ്റു എനർജി ദാറ്റ് ഈസ് 25 × 2t കൊടുക്കും. ഇപ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ ടിയും ക്യാൻസൽ ചെയ്ത് പോവും. ഇപ്പം നമുക്ക് എന്ത് കിട്ടും? ആൻസർ എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. ഓക്കെ, 25 എന്ന് കിട്ടും. സോ പവർ എന്തായിട്ട് കിട്ടി? ഒരു കോൺസ്റ്റന്റ് വാല്യൂ 25 ആയിട്ട് കിട്ടി.
So this complex exponential is a power signal with the power value 25 and energy value equal to infinity. ഇനി ഫോർത്ത് എക്സാമ്പിൾ, ഒരു സൈൻ ഫംഗ്ഷൻ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ സൈന് കോസ് ഒക്കെ വരുവാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് 4 sin 6 pi t, 4 sin 6 pi t. ഓക്കെ, അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് മോഡ് എക്സ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യും. ദിസ് ഈസ് ഈക്വൽ ടു 4 sin 6 pi t തന്നെയാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും, മൈനസ് ടി ടു ടി, അതിനെ സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് 16 sin സ്ക്വയർ 6 pi t എന്ന് വരും. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് കോസ് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 ആണ്. ഓക്കെ, ഈ 16 ഞാനിപ്പോൾ ഔട്ട് സൈഡ് എടുക്കുകയാണ്. 16 ഇൻറ്റു മൈനസ് ടി ടു ടി, ഇതിവിടെ സൈൻ ഇൻ ടേംസ് ഓഫ് കോസിൽ കൺവേർട്ട് ചെയ്യുക. കോസിൽ കൺവേർട്ട് ചെയ്ത് അതിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 16 ഇൻറ്റു 2t, പിന്നെ ഈ ബൈ 2ൻ്റെ വരുന്നൊരു ഡിവൈഡ് ബൈ 2 വരും. ഓക്കെ, ഇവിടെ ഈ ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ 6 pi t വരും. ഓക്കെ, 16 ഔട്ട് സൈഡ് എടുത്തു, ഇൻ്റഗ്രൽ മൈനസ് ടി ടു ടി സൈൻ സ്ക്വയർ 6 pi t എന്ന് വരും. ഈ സൈൻ ഇൻ ടേംസ് ഓഫ് കോസിലാക്കി അപ്പോഴത്തേക്ക് ഡിനോമിനേറ്ററിൽ ഒരു ബൈ 2 ഉണ്ട്, അതാണ് ഈ ബൈ 2 വന്നിരിക്കുന്നത്. എന്നിട്ട് അതിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 16 ഇൻറ്റു 2t ബൈ 2 എന്ന് വരും. ചെയ്ത് നോക്കിയാൽ മതി, 16 ഇൻറ്റു 2t ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് അവർ ഇൻ്റഗ്രൽ ഈ വാല്യൂ. ഓക്കെ, ഇനി അതിനകത്ത് തേർഡ് സ്റ്റെപ്പ് എന്താ? എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, കാരണം ഇവിടെ ടിയിൽ വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 16 ഇൻറ്റു 2t ബൈ 2 എന്ന് വരും. അപ്പോൾ ഈ ടിക്ക് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എനർജി വാല്യൂ ഇൻഫിനിറ്റി ആയിട്ട് വരും. അതുപോലെ ഫോർത്ത് സ്റ്റെപ്പിൽ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ 2t ഇൻറ്റു അവർ ദിസ് വാല്യൂ 16 ഇൻറ്റു 2t ബൈ 2 വരും. അപ്പോൾ ഈ ടിയും ടിയും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഇനി ടിക്ക് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു പീരിയോഡിക് സൈന് കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയോഡിക് സിഗ്നൽ ആണ്, അല്ലേ? പീരിയോഡിക് സിഗ്നൽ ആണ്. പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ പവർ സിഗ്നൽ ആണ്, പവർ സിഗ്നൽ. അപ്പം പവർ വാല്യൂ വിൽ ബി എന്തായിരിക്കും? ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. അതിൻ്റെ എനർജി വിൽ ബി ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം ആദ്യമേ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുക ഏത് ടൈപ്പ് സിഗ്നലാണെന്നുള്ളത്. ഇപ്പോൾ അത് പവർ സിഗ്നൽ ആണെങ്കിൽ പവർ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം എനർജി ഇൻഫിനിറ്റ് എന്ന് എഴുതി വെക്കാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പ്രോപ്പർട്ടി അനുസരിച്ച്. ഇനി കുറച്ച് ട്രിക്സ് ആണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചൊന്ന് സമ്മറൈസ് ചെയ്യാം, അത് വെച്ചിട്ട് നമുക്ക് ട്രിക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് ഒരു പീരിയോഡിക് സിഗ്നൽ ആണ് തന്നതെങ്കിൽ നമുക്കറിയാം എന്താണ്? ദാറ്റ് ഈസ് എ പവർ സിഗ്നൽ. അതിൻ്റെ പവർ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും, എനർജി വാല്യൂ വിൽ ബി ഇൻഫിനിറ്റ് ആയിരിക്കും. ഇനി നോൺ പീരിയോഡിക് ആണെങ്കിൽ അത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി എനർജി സിഗ്നൽ ആൻഡ് ഇറ്റ്സ് എനർജി വിൽ ബി കോൺസ്റ്റന്റ് ആൻഡ് പവർ വിൽ ബി 0. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ പവർ പീരിയോഡിക് പവറിന് നമ്മൾ ഷോർട്ട് എന്ന് വെച്ചാൽ P2P ഓർത്താൽ മതി. പീരിയോഡിക് സിഗ്നൽസ് ആർ പവർ സിഗ്നൽസ്. അതുപോലെ ഏതാണോ കോൺസ്റ്റന്റ് വാല്യൂ വരുന്നത് അതായിരിക്കും ആ കറസ്പോണ്ടിങ് സിഗ്നൽ. പവർ ആ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ പവർ സിഗ്നൽ ആയിരിക്കും, എനർജിയാണ് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ എനർജി സിഗ്നൽ ആയിരിക്കും. ഇനി നമുക്ക് പീരിയോഡിക്കിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞായിരുന്നില്ലേ? അതായത് എ സൈൻ അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി, എ സൈൻ ഒമേഗ ടി, അങ്ങനത്തെ ഉള്ള അതാണ് പീരിയോഡിക്കിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ ചെയ്തായിരുന്നു എക്സാമ്പിളായിട്ട് പീരിയോഡിക്കിന്റെ നമ്മൾ ചെയ്തായിരുന്നു 4 sin 6 pi t എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്തിന് കാറ്റഗറി വരുന്നതാണ്? സൈൻ വന്നതുകൊണ്ട് നമുക്ക് പീരിയോഡിക്കാന്ന് എഴുതാൻ പറ്റും. പീരിയോഡിക് ആയതുകൊണ്ട് അത് പവർ സിഗ്നൽ ആണ്.
അപ്പോൾ ആ പവർ ആയിരിക്കും എന്താണ് ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. ആ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൻ്റെ കേസിൽ ഇതിൻ്റെ സ്ക്വയർ ബൈ 2 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ a²/2 ആയിരിക്കും പവർ എന്ന് പറയുന്നത്. 16/2 8 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പവർ എന്തായിരിക്കും? a²/2 ആയിരിക്കും. അപ്പോൾ ജനറലായിട്ട് നമുക്ക് അങ്ങനെ പഠിച്ചു നോക്കാൻ പറ്റും. ഇതുപോലത്തുള്ള a സൈൻ a കോസ് വരുവാണെങ്കിൽ അതിൻ്റെ പവർ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി a²/2 ആയിരിക്കും. സപ്പോസ് നമുക്കിപ്പം ഒരു എക്സാമ്പിൾ 4 സൈൻ π/2t എന്ന് വന്നു. അതിൻ്റെ എനർജി പവർ കാൽക്കുലേറ്റ് ചെയ്യും. എക്സാമിന് ഒരു സിഗ്നൽ എന്നിട്ട് അതിൻ്റെ പവർ എനർജിയും കാൽക്കുലേറ്റ് ആക്കി ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു. അപ്പോൾ അതിൻ്റെ ഫൈൻഡ് കാൽക്കുലേറ്റ് എനർജി ആൻഡ് പവർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണോ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് പീരിയോഡിക് ആണ്. പീരിയോഡിക് ആകുമ്പം എന്ത് സിഗ്നലാണ്? പവർ സിഗ്നലാണ്. പവർ സിഗ്നൽ വരുമ്പോഴത്തേക്ക് പവറാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. അത് എന്തായിരിക്കും വരുന്നത്? a²/2 ആയിരിക്കും. എനർജി എന്തായിരിക്കും വരുന്നത്? എനർജി ഓഫ് എ പവർ സിഗ്നൽ ഈസ് ഇൻഫിനിറ്റി. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് എന്ത് എഴുതാം? അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 4²/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആയിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ, ഒരു സെക്കൻഡ് എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഇപ്പം 6 cos 3π/7t ഫൈൻഡ് ദ എനർജി ആൻഡ് പവർ ഓഫ് ഗിവൺ സിഗ്നൽ x(t) ഈക്വൽ ടു തന്നിരിക്കുകയാണ്. അപ്പം നോക്കുക, കോസ് വന്നതുകൊണ്ട് പീരിയോഡിക് ആണ്. പീരിയോഡിക് ആകുമ്പോൾ പവർ സിഗ്നലാണ്. പവർ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. കോൺസ്റ്റന്റ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഇക്വേഷൻ വെച്ചിട്ട് a²/2 വെച്ചിട്ടായിരിക്കും. ഇതിൻ്റെ കേസിൽ a എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? a = 6 ആണ്. സോ a² 36/2 ആയിരിക്കും. അപ്പം അതിൻ്റെ പവർ വാല്യൂ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 18 ആയിരിക്കും. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം? അതിൻ്റെ എനർജി വിൽ ബി, പവർ സിഗ്നലിൻ്റെ എനർജി വിൽ ബി ഇൻഫിനിറ്റ് എന്ന് എഴുതാം. ഓക്കെ, പവർ സിഗ്നലിൻ്റെ എനർജി വിൽ ബി ഇൻഫിനിറ്റ് എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ, ഈ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ വരുന്നത്. ഓക്കെ, കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ വരുന്നത് അതും പറഞ്ഞായിരുന്നു എന്താണ്? ഒരു പീരിയോഡിക് സിഗ്നലാണ്. നമ്മളുടെ e⁻j⍵t കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ വരുന്നത് ഒരു എന്തിന് എക്സാമ്പിളാണ്? നമ്മളുടെ പീരിയോഡിക് സിഗ്നലിന് എക്സാമ്പിളാണ് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ. ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, x(t) = 7 e⁻j2π/7t ഇങ്ങനെ തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഇപ്പോൾ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ആയതുകൊണ്ട് എന്താണ്? അത് പീരിയോഡിക് ആണ്. ഓക്കെ, പീരിയോഡിക് ആണ്. സോ പവർ സിഗ്നലാണ്. പീരിയോഡിക് മീൻസ് പവർ സിഗ്നലാണ്. പവർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഈ എക്സ്പോണൻഷ്യലിൻ്റെ കോൺസ്റ്റന്റ് ജനറലായിട്ട് പറയുകയാണെങ്കിൽ അത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു a² ആയിരിക്കും. പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ a² ആയിരിക്കും. ഈ ആംപ്ലിറ്റ്യൂഡ് ഏതാണോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ എന്തായിരിക്കും? 49 ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ദാറ്റ്സ് പവർ വിൽ ബി 49. പവർ സിഗ്നൽ ആയതുകൊണ്ട് എനർജി എന്തായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്യേണ്ട എനർജി വിൽ ബി ഇൻഫിനിറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. നേരത്തെ നമ്മൾ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഒന്നും ചെയ്തായിരുന്നു. ഓക്കെ, ഇതുണ്ട് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഒന്നും ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ 5e⁻j⍵π/7t ആയിരുന്നു. അപ്പം അതിൻ്റെ നോക്കിക്കേ പവർ നമുക്ക് കിട്ടിയ എന്താണ്? പവർ വാല്യൂ കിട്ടിയത് 25 ആണ്. 25 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ a² ആണ്. കണ്ടോ, a² ആണ്. അതുപോലെ എനർജി ഇൻഫിനിറ്റി ആണ്. ഇതാണ് അതിൻ്റെ ട്രിക്ക്. ഇത് പഠിച്ചു വെച്ചിരിക്കുക. പീരിയോഡിക്കിൻ്റെ കേസിൽ സൈന് കോസ് വരികയാണെങ്കിൽ a²/2 ആയിരിക്കും പവർ എന്ന് പറയുന്നത്. അതുപോലെ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ വരികയാണെങ്കിൽ പവർ എന്ന് പറയുമ്പം a² ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എനർജി സിഗ്നൽ എന്താണ്, പവർ സിഗ്നൽ എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ ഏത് സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമുക്ക് എനർജി സിഗ്നൽ, പവർ സിഗ്നൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പീരിയോഡിക് സിഗ്നൽ, നോൺ പീരിയോഡിക് സിഗ്നൽ വരുമ്പോഴത്തേക്ക് അത് എനർജിയാണോ പവർ ആണോ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ സം ട്രിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഒരു പീരിയോഡിക് സിഗ്നൽ വരുമ്പോഴത്തേക്ക് അത് ഒരു സൈൻ ഫോം, കോസ് ഫോമിലാണെങ്കിൽ അതിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ a²/2 ആയിരിക്കും. കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ വരുവാണെങ്കിൽ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ a² ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.